നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ മിൽക്കാണ്. കൂൾ ബാറിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ മെത്തേഡിലും പിന്നെ വേറൊരു സിമ്പിൾ മെത്തേഡിലും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും ഈസി മെത്തേഡ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അവൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസിലൊന്ന് ചെറുപഴമാണ്, അതായത് പാളയംകുടം പഴം. അപ്പോൾ അത് 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ് ഈ പഴം എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഒരു സ്പൂൺ കൊണ്ടോ ഫോക്ക് കൊണ്ടോ ഒന്ന് ഉടച്ചെടുക്കാം. പിന്നെ ചെറുപഴം തന്നെയാണ് ഏറ്റവും നല്ലത്. ചെറിയ പുളിപ്പൊക്കെ ഉള്ള കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിന്. നല്ല കൂളായിരിക്കണം അവൽ മിൽക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഴവും കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ളത് അവലാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് വറുത്ത അവലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത അവലാണ് ഉള്ളതെങ്കിൽ ഇതൊന്ന് ഒരു ഫ്രൈ പാനിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഒന്ന് ക്രിസ്പി ആയിരിക്കണം അവൽ, അത്രയേ ഉള്ളൂ. ഇനി 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് അല്പം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് നല്ല തണുത്ത പാലായിരിക്കണം. ഫ്രഷ് മിൽക്ക് ആണെങ്കിൽ അതൊന്ന് തിളപ്പിച്ചിട്ട് ചൂടാറുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി. ഇനി പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് വറുത്ത് നല്ല തോലൊക്കെ കളഞ്ഞു വെച്ച കപ്പലണ്ടിയാണ്. അത് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്താം കേട്ടോ. അല്പം മധുരത്തിൻ്റെ കുറവുണ്ട്, അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 ഗ്ലാസ് അവൽ മിൽക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് തുല്യ അളവിൽ നമുക്ക് 2 ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ബാക്കിയുള്ള പാലും കൂടി നമുക്ക് ആ ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പാലാണ് എടുത്തത്, അപ്പോൾ അല്പം പാലിൻ്റെ കുറവുണ്ട്. അപ്പോൾ 1/4 കപ്പ് പാലും കൂടി എടുത്തിട്ട് നമുക്ക് തുല്യ അളവിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വീതം വറുത്ത അവലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 2 സ്കൂപ്പ് ഐസ്ക്രീം വീതം ചേർത്ത് കൊടുക്കണം. ഇത് വീട്ടിലുണ്ടാക്കിയ ഐസ്ക്രീമാണ്. പാൽപ്പാടയും കോൺഫ്ലോറും വെച്ചിട്ട് നല്ല സൂപ്പർ ഐസ്ക്രീം നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. കൂൾ ബാറിൽ നിന്നും കിട്ടുന്ന അവൽ മിൽക്കിൽ ഐസ്ക്രീം ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഐസ്ക്രീം ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ബൂസ്റ്റിന് പകരം ഞാൻ 1 ടീസ്പൂൺ ഹോർലിക്സ് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി 2 സീഡ്ലെസ് മുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറി ഉണ്ടെങ്കിൽ അതായിരിക്കട്ടെ നല്ലത്. അപ്പോൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു മെത്തേഡ് കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് വൈറ്റ് അവൽ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത അവലാണ്. തിന്നായിട്ടുള്ള മട്ട അവലായാലും മതി കേട്ടോ. അതിനകത്തേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ വറുത്ത് തോലിളഞ്ഞ കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് നല്ല തണുത്ത പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അല്പം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവലൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം, ക്രിസ്പി ആയിട്ട് ഇരിക്കരുത്. നല്ല സോഫ്റ്റായിട്ട് അവലൊക്കെ ഒരുവിധം അലിഞ്ഞു വരണം. അതായിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത ഒരു കഷ്ണം ആപ്പിളും ഒരു ഞാലിപ്പൂവൻ പഴവും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പഴം ഏതായാലും കുഴപ്പമില്ല, പൂവൻ പഴമോ അല്ലെങ്കിൽ ചെറുപഴം ആയാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് തണുത്തതായിരിക്കും നല്ലത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള റോസ്റ്റഡ് റൈസ് ഫ്ലേക്സും കൂടെ വിതറി കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ കുറച്ച് നട്ട്സും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം കേട്ടോ. ഇനി ഒരു 3 സീഡ്ലെസ് മുന്തിരിയും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. രണ്ടാമത്തെ അവൽ മിൽക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. 2 ടൈപ്പ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.